ഹലോ, അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ മഴ തുടങ്ങി കേട്ടോ. മഴക്കാലത്ത് നമ്മുടെ നാടുകൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ, ഒരു പ്രത്യേകതരം ഭംഗിയുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഭംഗിയിലാട്ടോ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. രാവിലെ തന്നെ ജെട്ടിയിലേക്ക് വന്നപ്പോൾ നാട് ചെറിയ രീതിയിൽ ഇരുട്ടായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. കണ്ടു കേട്ടോ, ആ ഒരു കാഴ്ച കാണാൻ തന്നെ നല്ലൊരു രസമാട്ടോ. നല്ലൊരു അടിപൊളി വ്യൂ, നല്ല കാറ്റുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്താണ് ഈ ഒരു കാഴ്ച കൂടി ഞങ്ങൾ കണ്ടത്. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും റോഡ് സൈഡിലെ തെങ്ങുകൾ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലൊന്നും ട്രാഫിക് ബ്ലോക്ക് കിട്ടാറില്ല കേട്ടോ. ഈ കാണുന്ന തെങ്ങുകൾ വെട്ടിമാറ്റാൻ നേരത്തും റോഡരികിലുള്ള തെങ്ങുകൾ കയറി തേങ്ങ ഇടാൻ നേരത്തുമാണ് നമുക്ക് ചെറിയ രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാറുള്ളത്. ആ ഒരു കാഴ്ചയും കൂടി ഞാൻ ഈ ബൂസിന് കാട്ടിക്കൊടുത്തു. ഞാൻ ഈ ബൂസ് രണ്ടാമത്തെ ജെട്ടിയിലേക്ക് വന്ന കേട്ടോ. ഇതാട്ടോ എൻ്റെ നാട്ടിലെ ഫിഷറീസ് ജെട്ടി. ഈ ഒരു ജെട്ടിയിൽ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലെ മൺസൂൺ ടൈം ആകുമ്പോൾ ഈ കാണുന്ന ബോട്ടുകളൊക്കെ ഇങ്ങനെ കരയിലേക്ക് കയറ്റി വെക്കും കേട്ടോ. കാരണം മെയിൻ്റെനൻസ് വർക്കിനായിട്ടും. അത് മാത്രമല്ല, ഈ ഒരു മൺസൂൺ ടൈമിൽ നല്ല രീതിയിൽ കാറ്റും കടലൊക്കെ വരുമ്പോൾ ബോട്ടിന് ഡാമേജ് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ബോട്ടുകളൊക്കെ കരയിലേക്ക് കയറ്റുന്നത്. അങ്ങനെ ഒരു ബോട്ട് കയറ്റുന്ന ഒരു കാഴ്ചയും കൂടി ഞാൻ ഈ ബൂസിന് കാണിച്ചു കൊടുത്തു കേട്ടോ. ഈ ഒരു മഴക്കാലത്തുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ മക്കൾക്ക് ചില ഹോബികളുണ്ട് കേട്ടോ. അതായത് വലയിട്ട് മീൻ പിടിക്കുക, അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന കുറച്ച് കാഴ്ചകളാട്ടോ. അപ്പം ഇവിടെ കുറച്ച് നമ്മുടെ നാട്ടിലെ നമ്മുടെ ചങ്ങായിമാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചെക്കന്മാർ മീൻ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കരയിൽ 3 പേര് ഇരിപ്പുണ്ട്. കടലിൽ 2 പേര് വില ഇട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അവർക്ക് കിട്ടിയ മീനുകൾ എന്തൊക്കെയാണെന്നുള്ളത്. 2 തരത്തിലാണ് എൻ്റെ നാട്ടിൽ വിലയിടാറുള്ളത്. അതിലൊരു രീതിയാട്ടോ ഈ കാണുന്നത്. ഇരുവശങ്ങളിൽ ഇരുന്നു കൊണ്ട് വില ഇട്ടതിന് ശേഷം ആ വില വലിച്ച് കരയിലേക്ക് കയറ്റുക എന്നുള്ളതാണ് ഈ ഒരു രീതി. അവർ വില വലിച്ച് കയറ്റിയപ്പോൾ അതിനകത്ത് 2-3 മീനുകൾ മാത്രമാട്ടോ ഉണ്ടായിരുന്നത്. അതങ്ങനെയാണല്ലോ, ചില സമയത്ത് നമുക്ക് ഒന്നും ലഭിക്കില്ല, ചില സമയത്ത് ചാകര എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് മീൻ ലഭിക്കും. ചെറിയ വറ്റ കുട്ടികളാട്ടോ വിലക്കകത്ത് ഉണ്ടായിരുന്നത്. എൻ്റെ നാട്ടിൽ ഇതിനെ കുളുവൽ എന്നാട്ടോ പറയാറ്. അങ്ങനെ കിട്ടിയ മീനുകൾ ഞാൻ ഈ ബൂസിന് കാണിച്ചു കൊടുത്തു. ഈ ബൂസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടുത്തെ വിലയിടൽ കഴിഞ്ഞ് വിലയൊക്കെ സെറ്റ് ചെയ്ത് അവർ അടുത്ത സ്പോട്ടിലേക്ക് ഇനി കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് ഈ ഒരു വിലയിടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ ഒരു അടിപൊളി കാഴ്ച കണ്ടിട്ട് നേരെ പോവാട്ടോ. നമ്മുടെ നാട്ടിലെ, അതായത് ലക്ഷദ്വീപിലെ കാഴ്ചകൾ നിങ്ങളും കൂടി കാണണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അതെന്നെ പോ ഫോട്ടോ ഓടിയാ. എൻ്റെ നാട്ടിലേക്ക് വലിയ രീതിയിൽ മഴക്കാർ ഇങ്ങനെ വരും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് മഴ കുറവാട്ടോ. മഴ വലിയ രീതിയിൽ കിട്ടാറില്ല. ഓക്കെ, അപ്പം നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടിൻ്റെ വടക്കേ അറ്റത്താണ്. ഈ ഒരു സൈഡിൽ കാറ്റില്ലാത്തതുകൊണ്ട് കടൽ നല്ല കാമായിട്ട് തന്നെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോസ് അവസാനിപ്പിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. കേട്ടോ, ബായ്. വൈകുന്നേരം നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ഉച്ചയ്ക്ക് നമ്മൾ കിടന്നുറങ്ങിയത് കൊണ്ട് വൈകുന്നേരം എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ രാത്രി നമ്മൾ കട്ടിയോളെ ഈ ബൂസിനെ എടുത്ത് രാത്രിയിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാം കേട്ടോ. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, വെറുതെ ചുമ്മാ കറങ്ങുക എന്നുള്ളതാട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി ജെട്ടിയിലേക്ക് പോയപ്പോഴാണ് ആളുകളൊക്കെ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടത്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴാണ് ദേ കിടക്കുന്ന ഒരു ഭീമൻ്റെ കൂ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വറ്റയാട്ടോ ഈ കിട്ടിയത്. ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയതാണ്. അങ്ങനെ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരിൽ കൂടുതലും നമ്മുടെ നാട് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാട്ടോ. ഈ ഒരു കാഴ്ച കാണാൻ ഇബൂസ് ഉണ്ടായില്ല കേട്ടോ. ഇബൂസ് നല്ല ഉറക്കത്തിലായിരുന്നു. നമ്മൾ സുഹൃത്ത് ലുക്കാക്കോൻ്റെ കുട്ടിയാട്ടോ. അപ്പോൾ അവരൊരു ഫാമിലി ഇവിടെ ഉണ്ട്. നമ്മൾ വന്നപ്പോൾ അവരെയും കൂടി നമ്മൾ കണ്ടിട്ടോ. താറ്റാ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, ആ ഒരു ഭാഗ്യം ഈ നിൽക്കുന്ന എൻ്റെ കെട്ടിയോളാട്ടോ. കാരണം നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ വന്നിട്ട് നമ്മൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാട്ടോ എൻ്റെ കെട്ടിയോള്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കൊച്ചു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ. എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്.